ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഏപ്രിൽ 8 ചൊവ്വാഴ്ച കാമദ ഏകാദശിയാണ് കടന്നു വരുന്നത്. ഇന്ന് നമുക്ക് കാമദ ഏകാദശിയെക്കുറിച്ച് നോക്കാം. ഇത് ഏകാദശികളിൽ പ്രധാനപ്പെട്ട ഒരു ഏകാദശി തന്നെയാണ്, എടുക്കേണ്ട ഏകാദശിയാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് കാമദ ഏകാദശി എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ ഫലവും ആ പേരിനെ സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് കാമദ ഏകാദശി. അതായത് നമ്മുടെ കാമങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ അവസാനിപ്പിക്കുന്ന ഏകാദശിയാണ്. അത് കേട്ടിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്ന് ഞാൻ ഒരാഗ്രഹവുമില്ലാത്ത വെറുതെ ഒരു ജീവിയായി ഇങ്ങനെ ജീവിക്കുന്നതിന് കാരണമാകുമോ എന്ന് തോന്നണ്ട. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടക്കി അല്ലെങ്കിൽ അകറ്റി നിർത്താൻ നോക്കിയിട്ടും പറ്റാത്ത ചില ആഗ്രഹങ്ങൾ നമ്മെ ശല്യം ചെയ്യുന്നതായിട്ടുണ്ടാകും. അതായത് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത, അതായത് ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില ബന്ധങ്ങൾ അല്ലെ ആഗ്രഹങ്ങൾ, സ്ഥാനമാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയുള്ള സമ്പത്തിനെക്കുറിച്ച്, അങ്ങനെ പല വ്യക്തികളെക്കുറിച്ചുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ അത് വിട്ടുപിരിയാതെ അത് പക്ഷേ പോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കതിന് കഴിയുന്നുമില്ല. അതുപോലെ തന്നെ ബന്ധങ്ങളും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മളിലിരിക്കുന്ന ചില സ്വഭാവങ്ങൾ, നമ്മുടെ ചില ശീലങ്ങൾ, നമുക്ക് ചിലർക്ക് ദേഷ്യം അടക്കാൻ കഴിയില്ല, ചില ശീലങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല. നമുക്കത് ആഗ്രഹമുണ്ട് അതൊക്കെ ഒഴിവാക്കണമെന്ന്, പക്ഷേ അതൊന്നും നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. നമ്മൾ നാമം ജപിച്ചാലും അല്ലെങ്കിൽ ഭഗവത് സേവയിൽ ഏർപ്പെട്ടാലും നമുക്ക് പിന്നീട് അത് ഭഗവാന്റെ സാമീപ്യം അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യത്തിൽ ഇരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ പഴയപടിയാവും. നമ്മളിങ്ങനെ പിന്തുടരും ചില വ്യക്തിബന്ധങ്ങളോ ഏതെങ്കിലും ആഗ്രഹങ്ങളോ സ്ഥാനമാനങ്ങൾക്കോ സമ്പത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിങ്ങനെ വിട്ടുപിരിയാതെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട, ഇത് എൻ്റെ ജീവിതത്തിന് തടസ്സപ്പെടുത്തുന്നതാണ്, മുന്നോട്ടുള്ള ഈശ്വരനിലേക്ക് എത്താനുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യമാണ്, ഇതെനിക്ക് വേണ്ട, ഇത് എനിക്ക് ഒഴിവാക്കണം എന്ന് തോന്നുന്ന ശീലങ്ങൾ, ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന അവസ്ഥകളുള്ളവരെല്ലാം നിർബന്ധമായും ഇത് വളരെ ആചാരത്തോടു കൂടി എടുക്കേണ്ട ഒരു വ്രതമാണ് കാമദ ഏകാദശി. ഓരോ ഏകാദശിക്കും അതിൻ്റേതായ പ്രത്യേകം ഫലങ്ങളാണുള്ളത്. കഴിഞ്ഞ ഏകാദശി നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ എല്ലാ പാപങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, പാപമോചിനി ഏകാദശി. അങ്ങനെ ഇപ്പോൾ വിജയ ഏകാദശി, ജയ ഏകാദശി, അങ്ങനെ ഓരോന്നും അതിൻ്റെ പേര് ആ ഏകാദശിയുടെ ഫലവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഈ ഏകാദശി, ഈ ഏപ്രിൽ 8 കടന്നു വരുന്ന ഏകാദശിയുടെ ആ വ്രതമാഹാത്മ്യ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും എന്താണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ കാര്യം എന്താണോ മാറ്റേണ്ടത് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാവും. നമ്മുടെ പുരാതന ഭാരതത്തിൽ, അഖണ്ഡ ഭാരതത്തിൽ പുണ്ടരീകൻ എന്ന് പറയുന്ന ഒരു രാജാവ് താമസിച്ചിരുന്നു. അതായത് നമ്മുടെ ഈ ഭാരതഖണ്ഡത്തിന് ശേഷവും രാജ്യങ്ങളുണ്ട്. യക്ഷ, കിന്നര, ഗന്ധർവ, അപ്സരസ്സുകളുടെയൊക്കെ രാജ്യങ്ങൾ, അവരുടെയൊക്കെ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഈ പുണ്ടരീകൻ എന്ന് പറയുന്ന ആൾ താമസിച്ചിരുന്നത് ഭാരതഖണ്ഡത്തിലല്ല, പുരാതന ഭാരതത്തിൽ നിന്ന് ഞാൻ തെറ്റായി പറഞ്ഞതാണ്. ഈ ഗന്ധർവ ലോകം, അങ്ങനെയൊക്കെയുള്ള ആ ലോകങ്ങൾ, ഇപ്പോഴും ആ ലോകമുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ആ അറിവ് ബുദ്ധിയായി പ്രവർത്തിക്കുന്നത് കൊണ്ടോ ആണ് നമുക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തത്. ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം, അതും കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ഇന്ദ്രിയങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ.
ആ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളാണ് നമ്മളിവിടെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇന്നതുണ്ട് എന്നൊക്കെ അറിയുന്നത്. അതിനപ്പുറമുണ്ട് ധാരാളം ലോകങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് മനുഷ്യർക്ക് ഇന്ദ്രിയ ഗോചരമല്ല, അവരുടെ ബുദ്ധിക്ക് ലഭ്യമല്ല, ഒന്നും ചിന്താശേഷിയിലേക്ക് കടന്നു വരുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകം, അതായത് പുണ്ടരീകൻ എന്ന് പറയുന്ന രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അവിടെ ഈ യക്ഷ, കിന്നര, ഗന്ധർവ, അപ്സരസ്സുകൾ അങ്ങനെയുള്ളവരുടെ ഒരു ലോകമായിരുന്നു. അപ്പോൾ അവിടെ ആ ലോകത്ത് ഞാനിതിൻ്റെ വ്രതമാഹാത്മ്യ കഥ കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ്, എങ്കിലും അത് കേട്ടിട്ടില്ലാത്തവനുണ്ടാവുമല്ലോ. അവിടെ ഒരു ഗന്ധർവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഗന്ധർവ സ്ത്രീയും താമസിച്ചിരുന്നു. ലളിത എന്ന ഭാര്യയും ലളിത് എന്ന് പറയുന്ന ഗന്ധർവനുമായിരുന്നു. അപ്പോൾ അവർ വളരെ ഗന്ധർവന്മാർ എന്ന് വെച്ചാൽ വളരെ സൗന്ദര്യമുള്ളവരല്ലേ. ഗന്ധർവ സ്ത്രീയായാലും ഗന്ധർവന്മാരായിട്ടുള്ള പുരുഷന്മാരും മനുഷ്യരെ മാതിരിയല്ല. മനുഷ്യലോകത്ത് ഒരു സൗന്ദര്യത്തിനൊരു പരിധിയുണ്ട്. അതിലേറ്റവും വലിയ സൗന്ദര്യമുള്ളവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്ത് സൗന്ദര്യം എന്നൊക്കെ നമ്മളിങ്ങനെ തോന്നുന്നത്. പക്ഷേ ഈ ഭൂമിയിലെ സൗന്ദര്യത്തിനേക്കാളൊക്കെ വളരെ അതിർത്തികളൊക്കെ ലംഘിക്കുന്നതാണ് മറ്റ് ലോകങ്ങളിലെ സൗന്ദര്യം. അതിൻ്റെയും മുകളിലുള്ള ലോകങ്ങളിലുള്ള സൗന്ദര്യം നിറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. നമ്മുടെ ദേവിയുടെയൊക്കെ സൗന്ദര്യം, അല്ലെ ഭഗവാന്റെയൊക്കെ സൗന്ദര്യം, നമ്മൾ ഓരോ ദേവന്മാരായിട്ടൊക്കെ ആരാധിക്കുന്നവരുടെയൊക്കെ സൗന്ദര്യം നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ല. അതുകൊണ്ടാണ് ദേവിയെയൊക്കെ കണ്ട കണ്ണുകൾ പിന്നീട് കാഴ്ച നഷ്ടപ്പെടുമെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ദേവി ശപിക്കുന്നതൊന്നുമല്ല. കാരണം സൂര്യനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ആ കണ്ണ് തന്നെ അന്ധകാരത്തിൽ പെടുന്ന പോലെ തോന്നില്ലേ. അപ്പോൾ അത് നമുക്ക് കാണാവുന്ന ഒരു സൂര്യരശ്മികളിലൂടെ നമ്മൾ എനർജി സ്വീകരിച്ച് ജീവിക്കുന്ന ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്ന നമുക്ക് സൂര്യനെ കാണാൻ കഴിയും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന സൂര്യൻ്റെ പ്രഭ പോലും നമ്മുടെ കണ്ണിന് താങ്ങാൻ കഴിയില്ല. ഉദിച്ചു വരുന്ന സൂര്യനെ നേരിട്ട് നോക്കി നിൽക്കുവാനും അസ്തമന സൂര്യനെ പിന്നെയും നോക്കി നിൽക്കാം. പക്ഷെ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കുകയും നട്ടുച്ച നേരത്തെ സൂര്യനെ നോക്കാനും വല്ലതും പറ്റുമോ? നമുക്ക് പറ്റില്ല. അപ്പോൾ അവരുടെയും സൂര്യചന്ദ്രന്മാരെയും ഒക്കെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ ഭഗവാനെയും ആ പ്രപഞ്ചനാഥനായ ഭഗവാന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദേവിയെയൊക്കെ നമുക്ക് നമ്മുടെ ഈ സാധാരണ കേവലം മനുഷ്യരായ നമ്മുടെ മാംസ ചക്ഷുസ് കൊണ്ട് കാണാൻ കഴിയുമോ? കഴിയില്ല. അത്ര തീവ്രമാണ് അവരുടെ ആ സൗന്ദര്യം, അവരുടെ ആ ശക്തി സ്വരൂപമായ രൂപം. അത് മാനുഷികമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ദിവ്യദൃഷ്ടി കൊടുത്തിട്ടാണ് യശോദാമ്മ കണ്ണൻ്റെ ഉള്ളിലെ വായ്ക്കുള്ളിലെ ആ കാഴ്ചകളൊക്കെ കണ്ടത്. ഭാഗവതത്തിൽ നമ്മൾ മണ്ണ് വാരി കഴിക്കുന്ന കണ്ണൻ്റെ വായ പിളർന്നു നോക്കുമ്പോൾ യശോദാമ്മയ്ക്ക് കൊടുത്തത് ദിവ്യചക്ഷുസ്സാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് തൻ്റെ വിരാട് രൂപം പ്രദർശിപ്പിക്കുമ്പോൾ അർജുനന് അത് കാണാൻ കൊടുക്കുന്ന കണ്ണുകളും ദിവ്യചക്ഷുസ്സാണ്. അല്ലാതെ ഈ ശരീരത്തിരിക്കുന്ന മാംസചക്ഷുസ് കൊണ്ടല്ല അതൊന്നും കാണുന്നത്. അപ്പോൾ ഈ ഗന്ധർവൻ്റെയും ഈ അപ്സരസിൻ്റെയും സൗന്ദര്യം വളരെ സൗന്ദര്യമുള്ളവരായിരുന്നു ലളിതയും ലളിതും. ആ സൗന്ദര്യത്തിലും അവരുടെ യൗവനത്തിലും അവരിങ്ങനെ സന്തോഷത്തോടു കൂടി അതിൽ മതിമറന്ന് ആഗ്രഹിച്ച് ജീവിക്കുകയാണ്. അവർക്ക് പരസ്പരം പിരിയാനൊന്നും കഴിയില്ല. അത്രയ്ക്ക് അവർ വളരെ പ്രണയബദ്ധരായി ജീവിക്കുകയാണ്. ഒരു നിമിഷം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കുവാനും സഹവസിക്കാതിരിക്കുവാനും കഴിയുന്നില്ല. അങ്ങനെ ജീവിച്ച് അവർക്ക് പിരിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പിരിയൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായാൽ അത് ഞാൻ എങ്ങനെ സഹിക്കും, എങ്ങനെ താങ്ങും എന്ന് രണ്ടുപേരും ചോദിക്കും. അത്രയ്ക്കും അങ്ങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. ഒരാൾ ആദ്യം പോകും, അല്ലെങ്കിൽ മറ്റൊരാൾ ആദ്യം പോകും. അപ്പോൾ അവിടെ ഒരു പിരിയലുണ്ടാകില്ലേ? ആ ഒരു പിരിയലല്ലാതെ തന്നെ സാധാരണ ജീവിതത്തിൽ മനുഷ്യർ എത്ര അടുക്കുന്നോ എത്ര അകലും. അത് ഒരു പ്രകൃതി നിയമമാണ്. അപ്പോഴും വേദനയുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കി മനസ്സ് ശുദ്ധശൂന്യമായി
എല്ലാറ്റിനെയും ഒരുപോലെ സ്നേഹിക്കുവാനും അല്ല ഒരുപോലെ കാണാനും ഈശ്വരനെ അറിയാനും ഒക്കെ ഉള്ളൊരു മനസ്സ് കിട്ടാനും നമുക്ക് ഈ ഏകാദശി എടുക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇവിടെ ഈ ലളിതെന്ന് പറയുന്ന ഗന്ധർവൻ പുണ്ടരീകൻ്റെ സദസ്സിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ഗന്ധർവ സ്ത്രീയും ഗാനം ആലപിക്കുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു പ്രത്യേക ദിവസം ഇദ്ദേഹം ഈ കൊട്ടാരത്തിലെത്തി ഗാനമൊക്കെ ആലപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലളിത കൂടെ ഇല്ലായിരുന്നു. അവരിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു സമയമായിരുന്നു അത്. കുറച്ച് ഈ കൊട്ടാരത്തിൽ തന്നെ സ്ഥിരമായി നിൽക്കേണ്ടി വന്നപ്പോൾ അപ്പോൾ ഗാനം ആലപിക്കുമ്പോൾ ആ ഗാനത്തിലെ വരികൾ, പ്രണയാർദ്രമായിട്ടുള്ള ആ വരികൾ കേട്ടപ്പോൾ ഈ ലളിതൻ്റെ മനസ്സിൽ തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത ഓടി വന്നു. അത് സ്വാഭാവികമല്ലേ. അങ്ങനെ എന്ത് ചെയ്യുകയായിരിക്കും എൻ്റെ ഭാര്യ, അവളെ പിരിഞ്ഞിട്ട് എത്ര ദിവസമായി, എനിക്ക് അവളെ കാണാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആ ഗാനത്തിൻ്റെ ശീലകളിലൂടെ തൻ്റെ ഭാര്യയുടെ ആ സൗന്ദര്യത്തെക്കുറിച്ചും ഒന്നിച്ചുള്ള ദിവസങ്ങളെക്കുറിച്ചും ആ സ്നേഹത്തെയും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗാനത്തിൻ്റെ ശീലുകൾ താളമൊക്കെ തെറ്റി. അപ്പോൾ ആ സദസ്സിൽ കാർക്കോടകൻ എന്ന് പറയുന്ന നാഗങ്ങളുടെ ഒരു രാജാവായിട്ടുള്ള നേതാവായിട്ടുള്ള ആളുണ്ടായിരുന്നു, കാർക്കോടക സർപ്പം. അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ പുണ്ടരീകൻ്റെ മനസ്സിലെ ചാഞ്ചാട്ടം മനസ്സിലാവുകയും അത് പുണ്ടരീകനോട് ഈ ലളിതൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയും അത് പുണ്ടരീക രാജാവിനോട് കാർക്കോടകൻ പറയുകയും ചെയ്യുമ്പോൾ ഈ രാജാവ്, പുണ്ടരീകൻ എന്ന രാജാവ് അത് കേട്ടിട്ട് അദ്ദേഹത്തിന് സഹിച്ചില്ല. എന്നെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ രാജസദസ്സിൽ പാടുമ്പോൾ നീ നിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നിൻ്റെ കർമ്മ തെറ്റി അല്ലെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് നീ നിൻ്റെ ലോകത്ത് നീ ജീവിക്കുന്നു അല്ലെ സഞ്ചരിക്കുന്നു. നീ ഒരു കർമ്മം ഇവിടെ നിന്ന് പാടുമ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ ആ സദസ്സിനെ മാനിച്ച് രാജസദസ്സാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ആ കർമ്മത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കാതിരുന്നത് രാജാവിനെ വഞ്ചിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ദേഷ്യം വരികയും അദ്ദേഹം പുണ്ടരീക രാജാവ് ഈ ലളിതിനെ ശപിക്കുകയും ചെയ്യുന്നു. നീ ഇത്ര സൗന്ദര്യവാനൊക്കെ ആയതുകൊണ്ടല്ലേ, ഇത്രയും അങ്ങനെ ഒരു ഗന്ധർവനായതുകൊണ്ടല്ലേ, സൗന്ദര്യമുള്ളവനായതുകൊണ്ടല്ലേ നീ അങ്ങനെ സൗന്ദര്യമുള്ള സ്ത്രീയുമായി ജീവിച്ച് ആ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചതുമൊക്കെ, അതുകൊണ്ട് നിൻ്റെ സൗന്ദര്യമൊക്കെ നശിച്ചു പോയി. നീ നരഭോജിയായ ഒരു അസുരനായി, വികൃത രൂപിയായി, ആര് കണ്ടാലും ഭയന്നോടുന്നവനായി നീ മാറട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിൻ്റെ ഭാര്യ പോലും നിന്നെ വെറുക്കട്ടെ, ആരുടെ ദൃഷ്ടിയിൽപ്പെട്ടാലും അവർ ഭയന്ന് ഓടിപ്പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ആ ശാപം പേറി വനാന്തരങ്ങളിലേക്ക് ഇദ്ദേഹം ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ വിവരം അറിഞ്ഞ് വികൃത രൂപമായി വളരെ നരഭോജിയാവുമ്പോൾ എന്ത് കണ്ടാലും പിടിച്ച് തിന്നുകയും വികൃതമായിട്ടുള്ള രൂപവും ശരീരത്തിന് വലിപ്പം വർദ്ധിക്കുകയും നഖങ്ങളും ദംഷ്ട്രകളും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. എത്ര സൗന്ദര്യമുള്ള ഒരു ഗന്ധർവനായിരുന്നോ അത്രയും വിരൂപിയായി മാറി എല്ലാവരും കണ്ടാൽ അറച്ചോടിപ്പോകുന്ന, ഭയന്നോടിപ്പോകുന്ന രൂപമായി മാറി. അത് തൻ്റെ കർമ്മങ്ങളിൽ വന്ന പിഴവ് കൊണ്ടും ഒക്കെയാണ്. അതൊക്കെ എങ്ങനെയാണ് തൻ്റെ ഭാര്യയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ലല്ലോ എന്ന ചിന്ത രണ്ടുപേർക്കും ഒരുപോലെ വന്നതിൻ്റെ അനന്തര ഫലമാണ് ഒരു ചെറിയ പിരിയലുണ്ടായപ്പോൾ തന്നെ ആ പിരിഞ്ഞതിനെ ചൊല്ലി മനസ്സിന് വിഷമമുണ്ടാവുകയും ഇങ്ങനെ ഒരു പര്യവസാനത്തിൽ എത്തുകയും ചെയ്തത്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ ശാപമറിഞ്ഞ് അദ്ദേഹത്തിനെ അന്വേഷിച്ച് ഇറങ്ങിയ അതിൽ വേദന പൂണ്ട ലളിത ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ ഈ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ശൃംഖി എന്ന് പറയുന്നൊരു മഹർഷിയെ കാണാനിടയാകുന്നു. അപ്പോൾ മഹർഷിയോട് തൻ്റെ വേദനകളൊക്കെ പറയും. ഭർത്താവുമായിട്ടുള്ള ജീവിതവും അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളും ശാപങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ശൃംഖി എന്ന് പറയുന്ന മഹർഷിയാണ് പറയുന്നത്, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എടുക്കൂ മകളെ, നീ ആ ഏകാദശി എടുത്തതിന് ശേഷം അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം നിൻ്റെ ഭർത്താവിനായിട്ട്.
ഭർത്താവ് നരഭോജിയായ ആൾ ഇങ്ങനെ ഇതൊക്കെ എടുക്കുമോ? ഇല്ല. അപ്പോൾ നീ ആ ഏകാദശി ഭക്തിപൂർവം ഭഗവാനോടുള്ള സമർപ്പണമായിട്ട് നിൻ്റെ ഭർത്താവിന് വേണ്ടി എടുക്കുക. അതിൻ്റെ പുണ്യമെല്ലാം തൻ്റെ ഭർത്താവിന് സമർപ്പിക്കുന്നതായിട്ട് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം ഏറ്റുപറഞ്ഞ് ആ ഭർത്താവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നീ അത് എടുക്കണം എന്ന് പറയുകയും ഈ ലളിത ആ വ്രതം എടുക്കുകയും ചെയ്തു. അങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ പാരണ സമയത്ത് ഭഗവാനോട് വളരെ ചിട്ടയോടുകൂടി ഉറക്കമൊക്കെ ഒഴിഞ്ഞിരുന്ന് ഭഗവത് നാമങ്ങളോടുകൂടി ഒരു എങ്ങനെയാണോ ഒരു തപസ് അനുഷ്ഠിക്കുന്നത് അതുപോലെ ആ ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങൾ കഴിച്ചുകൂടി. അതിനുശേഷം തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രാർത്ഥിച്ച് സമർപ്പിച്ചു ആ വ്രതത്തെ. അങ്ങനെ ആ വ്രതത്തിൻ്റെ സമാപനത്തിൽ പാരണയ്ക്ക് ശേഷം തന്നെ തൻ്റെ ഭർത്താവ് ഈ ലളിതയെ അന്വേഷിച്ച് സുന്ദരനായി മാറി ശാപമോക്ഷം ലഭിച്ചു. ഭഗവാൻ ഉടൻ തന്നെ ശാപമോക്ഷം കൊടുക്കുകയാണ് ഉണ്ടായത്. എത്ര മനോഹരമായ വേഷഭൂഷാദികളോടെയായിരുന്നു നേരത്തെ ലളിതനെ കണ്ടിരുന്നത്, അതേപോലെ സുന്ദരനായി മാറുകയും ഇവർ തമ്മിൽ വീണ്ടും ഒത്തുചേരുകയും ഭഗവാന്റെ അനുഗ്രഹത്തോടെ വിഷ്ണു പാർഷദന്മാരുടെ അവരെത്തുകയും വിഷ്ണു ലോകത്തിലേക്ക് ഇവരെ പുഷ്പക വിമാനത്തിൽ എത്തിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്കവിടെ പൂർണ്ണമായ സായുജ്യം ലഭിച്ചത്. പിന്നീട് അവരുടെ ആ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ആ ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നില്ല. അവർ ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് രണ്ടുപേരും ഒരേപോലെ ഭഗവത് സന്നിധിയിൽ എത്തിച്ചേർന്നു, ആ ഒരു വ്രതത്തിൻ്റെ സാഫല്യമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പിരിയുന്നത്, അല്ലെ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വേറിട്ട് നിന്നപ്പോൾ തന്നെ വിഷമം ആയപ്പോൾ അതിൽ നിന്നൊരു പരിഹാരവുമായി ആത്യന്തികമായി ഭഗവാനിൽ എത്തിച്ചേരുവാനും ഈ കാമത ഏകാദശി സഹായിച്ചു. ഇങ്ങനെ ഒരു അനുഗ്രഹം ഈ ഗന്ധർവനും ഗന്ധർവ സ്ത്രീക്ക് ലഭിച്ചതിന് ശേഷമാണ് ഈ ഏകാദശിയെ കാമത ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പാലിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ധാരാളം കാര്യങ്ങളാണ് ഓരോ ഏകാദശിയുടെ ഫലമായി നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഏകാദശിയുടെ തിഥി നോക്കാം. ഏപ്രിൽ 7-ാം തീയതി വൈകുന്നേരം 8 മണി മുതൽ ഏപ്രിൽ 8-ാം തീയതി വൈകുന്നേരം 9:13 വരെയാണ് ഏകാദശി തിഥി കടന്നു വരുന്നത്. അതുപോലെ പാരണ സമയം 9-ാം തീയതി രാവിലെ 6:16 മുതൽ 10:20 വരെയാണ് പാരണ സമയം. അപ്പോൾ ഈ ഏകാദശി എല്ലാവരും എടുക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ദശമി ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഏകാദശി ആരംഭിക്കേണ്ടത്. അന്ന് തുളസിയിലേക്ക് പറിച്ച് സൂക്ഷിക്കുകയും ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും നാമങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ജപിച്ച് തുളസിയിൽ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഈ ചൂടൊക്കെ കാരണം തുളസിയില ധാരാളം ലഭിക്കാതെ വരുന്നവൻ അല്പം തുളസിയിലേ കിട്ടുന്നുള്ളൂ എങ്കിൽ അതും ഉപയോഗിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭഗവാന് കഴിയുമെങ്കിൽ തുളസിമാലയൊക്കെ കെട്ടിയിടുക, പാൽപ്പായസ നിവേദ്യമൊക്കെ നടത്തുക. അത് വീട്ടിൽ ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഏകാദശി ദിവസം പോകുമ്പോൾ അതൊക്കെ സമർപ്പിക്കുക. കദളിപ്പഴവും തൃക്കൈവെണ്ണയൊക്കെ ഭഗവാന് സമർപ്പിക്കാം. അങ്ങനെ ഏകാദശി ദിവസങ്ങളിൽ അഥവാ വ്രതമെടുക്കുവാൻ കഴിയുന്നില്ല, ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ളവർക്ക് എല്ലായ്പ്പോഴും ഭഗവത് നാമം എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഏതെങ്കിലും ഒരു നാമമോ മന്ത്രമോ ഭഗവാനെ ഉദ്ദേശിച്ച് നമ്മുടെ നാവിൽ എപ്പോഴും ഇങ്ങനെ നിരന്തരം നമ്മുടെ നാവിലിങ്ങനെ തത്തിക്കളിക്കണം. ഏതെങ്കിലും ആ നാമം നമ്മളേത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരും. അങ്ങനെ ഭഗവാനുമായിട്ടുള്ള ദൃഢബന്ധം ആരംഭിക്കുകയും അത് നിലനിൽക്കുകയും മുന്നോട്ട് തുടരുകയും ചെയ്യാം. ഏകാദശി ദിവസം
പ്രാർത്ഥനകളിൽ നാമജപങ്ങളിലൊക്കെ ഇരിക്കുക. വ്രതം എടുക്കുവാൻ കഴിയാത്തവർക്ക്, വ്യത്യസ്ത സാഹചര്യമുള്ളവർക്ക് ഇന്ന് ഏകാദശിയാണ് എന്നുള്ള ബോധത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങളിൽ ലയിച്ചിരിക്കുക. എപ്പോഴും നാമജപങ്ങളിലൂടെയാണ് ഭഗവാനിലേക്കുള്ള ദൂരം കുറയ്ക്കുവാൻ സാധിക്കുന്നത്. ഭഗവാന്റെ ഉള്ളിൽ, ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ദൂരം അറിയുന്നില്ല. പക്ഷെ നമ്മൾക്കത് അങ്ങ് എവിടെയോ ആണ് ഭഗവാൻ എന്ന് തോന്നുന്നത് ഉള്ളിലിരിക്കുന്ന ഭഗവാനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ആ തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മൾ നമ്മെ തന്നെ കഴുകുന്ന ഒരു പ്രോസസ്സാണ് നാമജപങ്ങളും ഭഗവൽ കാര്യങ്ങൾ നിരന്തരം കേൾക്കുകയും സത്സംഗങ്ങളും എപ്പോഴും മനസ്സിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോസിറ്റീവായി നിലനിർത്തി ഒരു സ്ഥായിയായ മനസ്സോടുകൂടി അല്ലെങ്കിൽ സ്ഥായിയായ ബുദ്ധിയോടുകൂടി നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ മനസ്സ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കടന്നു വരാതെ നിശ്ചലമായ അവസ്ഥയിലേക്ക് മനസ്സ് പോകുമ്പോൾ എല്ലാറ്റിനെയും സമഭാവനയോടെ കാണുവാനും ഏതവസ്ഥയെയും തുല്യമായി കാണുവാനും കഴിയും. അപ്പോൾ അങ്ങനെ തന്നെ പോകട്ടെ. ഏകാദശി ദിവസം ജലം മാത്രം കഴിക്കാം, അല്ലെങ്കിൽ ഫലങ്ങൾ കഴിച്ച് ഏകാദശി എടുക്കാം, പാലോ ഒക്കെ കഴിച്ചിട്ട് ഏകാദശി എടുക്കാം. ധാന്യങ്ങളെല്ലാം ഒഴിവാക്കുക. ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. കഴിക്കുന്നതിനേക്കാളും എല്ലാറ്റിനേക്കാളും പ്രധാനം ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കുക. അതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഭഗവാന്റെ അരികിൽ തന്നെ കഴിയുക എന്ന് വെച്ചാൽ ഭഗവാൻ നമ്മുടെ ഹൃദയസ്ഥനായിട്ടിരിക്കുക എല്ലായ്പ്പോഴും. അപ്പോൾ എല്ലാവർക്കും ഏകാദശി എടുക്കുവാൻ കഴിയട്ടെ. ഏകാദശി എടുക്കുവാൻ കഴിയാത്തവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി ഭഗവത് സേവയിൽ നിരന്തരം വ്യാപരിക്കുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.